ഒരിടവേളയ്ക്ക് ശേഷം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് അതിർത്തിയിൽ വീണ്ടും പ്രകോപനങ്ങൾ ഉണ്ടാകുകയാണ്, വെടിവയ്പ് ഉണ്ടാകുകയാണ്. എന്തുകൊണ്ടായിരിക്കും പഴയ കാര്യങ്ങൾ പാകിസ്ഥാൻ മറന്നോ? അതോടൊപ്പം തന്നെ ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും വിദേശ രാജ്യങ്ങൾ സന്ദർശിക്കുന്നു. ഇപ്പോൾ ഏറ്റവും അവസാനം പ്രതിരോധ മന്ത്രി, പാകിസ്ഥാന്റെ പ്രതിരോധ മന്ത്രി തന്നെ പറയുകയാണ്, ഇനി ഇന്ത്യ ഞങ്ങളെ ആക്രമിക്കാൻ വന്നാൽ ആദ്യം ഞങ്ങൾക്ക് സഹായവുമായി എത്തുന്നത് സൗദി അറേബ്യ ആയിരിക്കുമെന്നാണ്. അങ്ങനെ ഒരു ഭാഗത്ത് വലിയ രീതിയിലുള്ള പ്രഖ്യാപനങ്ങളും ഒരു ഭാഗത്ത് ഇത്തരം ആക്രമണങ്ങളും. അല്ല, ഈ പഹൽഗാം സംഭവത്തിന് ശേഷം ഓപ്പറേഷൻ സിന്ദൂറോടുകൂടി ഇന്ത്യ ഒരു മെസ്സേജ് ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ലോകത്തിന്. ഭാരതത്തിന് എന്തും ചെയ്യാൻ പറ്റും. പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു, അല്ലാതെ സിവിലിയൻ അറ്റാക്ക് ആയിരുന്നില്ല. നേരെ പോവുക, ടെറർ ഔട്ട്ഫിറ്റ്സിന്റെ അവരുടെ ഹൈഡ് ഹൗസിലാണ് പോയി അറ്റാക്ക് ചെയ്തിട്ടുള്ളത്. പ്രിസിഷൻ അറ്റാക്ക് ആയിരുന്നു, അതൊരു സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല, കൃത്യമായിരുന്നു. അതുപോലെ തന്നെ ഇന്ത്യ യുദ്ധത്തിന്റെ രീതിക്കനുസരിച്ച് തന്നെ പാകിസ്ഥാൻ എയർ ബേസോ നേവൽ ബേസോ നമ്മൾ അങ്ങനെയല്ല ചെയ്തത്. ഇറ്റ് വാസ് എ ക്ലിയർ ടെററിസ്റ്റ് സെന്റേഴ്സിലാണ് അറ്റാക്ക് ചെയ്തത്. അപ്പൊ ഇതിങ്ങനെയൊക്കെ പല വലിയ 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 കാര്യങ്ങളൊക്കെ പറയാമല്ലോ, ഞങ്ങൾ മറ്റവരെ സപ്പോർട്ട് ചെയ്യും, ഞങ്ങൾ ഇത് ചെയ്യും. പാകിസ്ഥാൻ എല്ലാ കാലത്തും അതിർത്തിയിൽ നമ്മളെ നടക്ക് വെടിവെക്കാറുണ്ട്. അതിന്റെ ഒരു അടക്കം ചെയ്തു എന്നല്ലാതെ അതിനെക്കാട്ടും മുകളിലോട്ട് നമ്മൾ എഴുതപ്പുറമൊന്നും വായിക്കണ്ട. കാരണം സൗദി അറേബ്യന്റെ ഏറ്റവും വലിയ ഫ്രണ്ട് ഇന്ത്യയാണ്. സൗദി അറേബ്യയിൽ അവർ പോയി, പാകിസ്ഥാന്റെ പ്രൈം മിനിസ്റ്റർ പോയി, ഷബാസ് ഷെരീഫ് പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അവരുടെ എക്കണോമിക് എയ്ഡിന് വേണ്ടി പോകുന്നതാണ്, അല്ലാതെ സൗദി ഒരു മിലിറ്ററി സപ്പോർട്ടോ അല്ലെ അങ്ങനത്തെ സാധനം ഇന്ത്യക്കെതിരെ കൊടുക്കാനെന്നുള്ള ഒരു സൗദി ചെയ്യാൻ ഒരു കാരണവശാലും സാധ്യതയില്ല. പ്രത്യേകിച്ച് ഇന്ത്യയായിട്ട് വളരെ നല്ല ബന്ധം സൗദി അറേബ്യ നടത്തുന്ന ഒരു കാലഘട്ടത്തിൽ ആ സാധ്യത വളരെ വളരെ കുറവാണ്. അല്ല, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ നടക്കുന്ന ആദ്യ ആക്രമണമാണ് ഈ അതിർത്തിയിൽ. കാരണം അന്ന് നാം പോസ്റ്റുകൾ ഉൾപ്പെടെ തകർത്തിരുന്നല്ലോ. അപ്പോൾ വീണ്ടും നിർമ്മിച്ച് വീണ്ടും ഇറങ്ങുകയായിരിക്കുമല്ലേ? അല്ല, അതിനുശേഷം പാകിസ്ഥാന് പ്രോക്സീസ് ഉണ്ടല്ലോ. ഇപ്പൊ ഇസ്രായേലിന് ഇറാന്റെ പ്രോക്സി ഹമാസും ഹെസ്ബുള്ളൊക്കെ പോലെ പാകിസ്ഥാന്റെ കുറെ പ്രോക്സി സംഘടനയുണ്ടല്ലോ, ഹിസ്ബുൾ മുജാഹിദീൻ, ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ. അതിന്റെ ടെററിസ്റ്റുകൾ അവർ കുറേ ദിവസം കയറ്റിവിടുന്നുണ്ടല്ലോ. നമ്മളെ കാശ്മീർ താഴ്വരന്റെ അകത്തോട്ട് കയറ്റിവിടുകയും ആർമി അറ്റാക്ക് ചെയ്യും. ഇടയ്ക്ക് നമ്മുടെ ജവാന്മാർക്ക് വീരമൃത്യൊക്കെ ഉണ്ടായിട്ടുണ്ട് ഈ സംഭവത്തിന് ശേഷവും. അതിൻ്റെ ഒരു തുടർച്ചയായിട്ട് മാത്രമേ ഞാനിതിൽ കാണുന്നുള്ളൂ. അത് പാകിസ്ഥാൻ ഒരു ഫുൾ ഫ്ലഡ്ജ് വാറിനോ അങ്ങനെ സംഭവത്തിനൊന്നും പാകിസ്ഥാൻ ഇനി വരാൻ ഒരു സാധ്യതയില്ല. കാരണം അവരുടെ എക്കണോമി തന്നെ ഒന്ന് ഷാമ്പിൾസിലാണ്. രണ്ടാമത്തത് മിലിറ്ററി വാർഫെയറിൽ വലിയ ബുദ്ധിമുട്ടാണ്. അവർ കൃത്യമായിട്ട് മനസ്സിലായിട്ടുള്ളത് എന്താണ് നമ്മുടെ ഒരു ആൺ പവർ എന്നുള്ളത്. അത് നല്ല പ്രത്യേകിച്ച് ശക്തമായ ഭരണകൂടം ഇവിടെ നിൽക്കുകയല്ലേ. അപ്പോൾ ഈ ഭരണകൂടം വളരെ കൃത്യമായി പ്രധാനമന്ത്രി തന്നെ നേരിട്ട് പറയുകയാണ്, ഞങ്ങൾ ശക്തമായ താക്കീത് കൊടുക്കുന്നു. അപ്പം പിന്നെ അങ്ങനത്തെ ഒരു കണ്ടീഷനിൽ പാകിസ്ഥാൻ വന്ന് നമ്മളെ ആക്രമിക്കുക എന്ന് പറഞ്ഞാൽ അസംഭവമായ കാര്യമാണ് ഇപ്പം എനിക്ക് തോന്നുന്നു. അല്ല, എന്തുകൊണ്ടായിരിക്കും അവർ ഇത്രയും ആക്രമണങ്ങൾ പതിവായി നടത്തുന്നത്? ഒരു അവസാനമില്ലല്ലോ അത്. അല്ല, പാകിസ്ഥാന്റെ പോളിസിയാണല്ലോ അത്. നമ്മുടെ ജമ്മു കാശ്മീർ എന്നും ഒരു ബ്ലീഡ് ചെയ്യണം. പാകിസ്ഥാന്റെ ഒരു പോളിസി തന്നെ ഇന്ത്യയിൽ പല സ്ഥലത്തും ബ്ലീഡിങ് ഉണ്ടാക്കണം എന്നാണ്. അല്ലാതെ നേരിട്ടൊരു വാർഫെയർ ജയിക്കാൻ പറ്റില്ല എന്ന് രണ്ടാം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തോടുകൂടി തന്നെ അവർക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നു. പിന്നെ ബംഗ്ലാദേശ് വിഭജനത്തോടുകൂടി അവർക്ക് കൃത്യമായിട്ട് മനസ്സിലായി നമ്മുടെ പവർ എന്തായിരുന്നു. ഇന്ത്യൻ ആർമി എന്ന് പറഞ്ഞാൽ അതൊരു പ്രോസസ്സാണ്, അല്ലാതെ ഒരു ഭരണാധികാരി വന്നു. പക്ഷേ പൊളിറ്റിക്കൽ ഡിസ്റ്റൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പൊളിറ്റിക്കൽ ഡിസ്റ്റൻസ് എടുക്കണം. ആ ഡിസിഷൻ ഇന്ദിരാഗാന്ധി എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പൊ നരേന്ദ്രമോദി എടുക്കുന്നുണ്ട്. ആ ഡിസിഷൻസ് അതുപോലെ എടുക്കണം. അപ്പൊ അത് പാകിസ്ഥാന് കൃത്യമായിട്ട് അറിയാം എല്ലാ കാലത്തും. പക്ഷേ പാകിസ്ഥാൻ ടെറർ ഗ്രൂപ്പ്സുകളെ കൾട്ടിവേറ്റ് ചെയ്യുകയും രാജ്യത്തിനകത്ത് തന്നെ ടെററിസം ഉണ്ടാക്കുകയും ഒക്കെ ചെയ്തിട്ട് ഒരുപാട് പരിപാടി നടത്തിയിട്ടുണ്ട്. പ്രോക്സി വാർ നടത്തി എല്ലാ കാലത്തും. അല്ല, അങ്ങ് പറയാതെ ഒഴിഞ്ഞു മാറിയ മൻമോഹൻ സിംഗിന്റെ ഭരണത്തെ കുറിച്ചാണ്. അല്ല, മൻമോഹൻ സിംഗിന് വേണം നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ആ കാലഘട്ടം എന്താ നടന്നിട്ടുള്ളത്. ഈ ബോംബെ ടെറർ അറ്റാക്ക് നടന്നപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഇവിടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു. ബോംബെ ടെറർ അറ്റാക്ക് നടന്നപ്പോൾ അന്നത്തെ ആഭ്യന്തരമന്ത്രി സൂട്ട് മാറ്റിക്കൊടുക്കുകയായിരുന്നു. വിത്ത് ഓൾ ഡ്യൂ റെസ്പെക്ട്, ശിവരാജ് പാട്ടീൽ എന്ന് പറഞ്ഞ ആഭ്യന്തരമന്ത്രിയെ അല്ലെങ്കിൽ സീനിയർ മുതിർന്ന കോൺഗ്രസ് നേതാവ് നമ്മൾ എല്ലാ ബഹുമാനത്തോടും പറയുന്നു. പക്ഷെ അദ്ദേഹം അന്ന് വളരെ മോശമായിട്ടുള്ള പരിപാടി ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ സൂട്ട് മാറ്റുകയും ഒരു ഡ്രസ് റിഹേഴ്സൽ കാണാൻ വരുന്ന പോലെ ചീഫ് മിനിസ്റ്റർ, എനിക്കിപ്പോഴും എൻ്റെ കണ്ണ് കാണണ്ട വിഷ്വൽ വിലാസ്റാവ് ദേശ്മുഖിലൂടെ അദ്ദേഹം വരുന്നത്, ശിവരാജ് പാട്ടീൽ. വളരെ അന്ന് ഈ ആ ഗവൺമെന്റിന് പ്രോപ്പറായിട്ട് പ്രതികരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. തഹൗറാണെ പോലത്തെ ഒരു ടെററിസ്റ്റ് ഇവിടെ വന്ന് വേണ്ടുന്ന കാര്യങ്ങൾ മുഴുവൻ ചെയ്തത്. ഡേവിഡ് കോൾമാൻ ഹെഡ്ലിനെ പോലത്തെ വേറൊരു ടെററിസ്റ്റ് ഇവിടെ കൊല്ലുടി ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞത് ഈ ഓപ്പറേഷൻ സിന്ദൂറിന് പിന്നാലെ പാകിസ്ഥാന് വലിയ രീതിയിൽ സ്വീകാര്യത ലഭിക്കുന്നുണ്ടോ എന്ന് സംശയമില്ല. കാരണം അവർ അമേരിക്കയിൽ പോകുന്നു, ഇപ്പോൾ ലണ്ടനിൽ പോയി തന്നെ കാശ്മീരിനെ കുറിച്ച് അവിടുത്തെ പ്രധാനമന്ത്രി സംസാരിക്കുകയാണ്, ചൈനയിൽ പോകുന്നു. അതെന്തുകൊണ്ടായിരിക്കും ആ രാജ്യങ്ങൾ അവരെ ഒറ്റപ്പെടുത്താത്തത്? അല്ല, അതൊരു ജിയോ പൊളിറ്റിക്സിൽ എപ്പോഴും എല്ലാ രാജ്യങ്ങൾക്കും ഇപ്പം ജിയോ പൊളിറ്റിക്സിൽ ഓരോ രാജ്യത്തിനും ആ രാജ്യമാണ് വലുത്. അവർക്കുള്ള അത് മറ്റുള്ള രാജ്യത്തിന്റെ കൺസിഡറേഷൻ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ വിളിച്ചിട്ടായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അന്ന് അവിടെ പോയില്ല. പക്ഷേ പാകിസ്ഥാന്റെ ആർമി ചീഫ് തന്നെയാണ് വൈറ്റ് ഹൗസ് ക്ഷണിച്ചത്.
അത് അമേരിക്കക്ക് ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യം, ആ ഇൻട്രസ്റ്റ് അമേരിക്കൻ പ്രസിഡന്റ് കാണിച്ചു തന്നു. പാകിസ്ഥാനുമായിട്ട് കുറേ ബിസിനസ് ഡീൽസ് ഒക്കെ ഉണ്ട് അതിന്റെ ഭാഗമായിട്ട്. അല്ല, ആ താല്പര്യം തന്നെ ആയിരിക്കുമോ ഇപ്പോൾ ബ്രിട്ടനും ഉണ്ടായിരിക്കുന്നത്? അല്ല, ബ്രിട്ടനിൽ ഇദ്ദേഹം പ്രസംഗിച്ചതല്ലേ, അപ്പൊ അത് എല്ലാ കാലത്തും ബ്രിട്ടീഷ് ഇതിൽ എല്ലാവരും ബ്രിട്ടൻ തന്നെയാണെന്നല്ലോ. ഈ ട്വിൻ നേഷൻ നമ്മളെ ഇത് സ്കൂൾ ടീം കുറെ കാശ്മീരിൽ നിന്നുള്ള ഒരു വലിയൊരു മോൾ ഉണ്ടാക്കിയിട്ട് പോയത് അന്ന് മൗണ്ട് ബാറ്റൻ ചെയ്തല്ലെങ്കിൽ നെഹ്റു ചെയ്ത ചില തകരാറുകളാണല്ലോ അന്ന് ഈ സംഭവം ഉണ്ടായത്. അപ്പോൾ അത് സ്വാഭാവികമായിട്ടും ബ്രിട്ടനിൽ പ്രസംഗിക്കാനൊക്കെ അനുവദിക്കണം. നമുക്ക് വലിയ കാര്യമായി നോക്കേണ്ടത്. നമ്മൾ ശക്തനായ ഒരു രാഷ്ട്രമാണ്. നമ്മൾ വളരെ GDP ഒക്കെ സ്ട്രോങ് ആയി നിൽക്കുന്ന വളരെ ശക്തമായ ഭരണാധികാരികളുള്ള വലിയൊരു ശക്തമായ രാഷ്ട്രമാണ്. ആ രാഷ്ട്രം ഇപ്പം ഇത്രയധികം ജനസംഖ്യയുള്ള ഒരു രാഷ്ട്രത്തിലേക്ക് ഏത് കൺട്രിയൊന്നും അതിനോട് വലിയൊരു ശക്തമായ എതിർപ്പ് നിൽക്കാൻ പറ്റില്ല. അതോടൊപ്പം തന്നെ ഇപ്പോൾ അവിടുത്തെ പ്രധാനമന്ത്രിയേക്കാൾ കൃത്യമായ പവർ, അധികാരം കാണിക്കുന്നത് അസീം മുനീറാണല്ലോ. അപ്പോൾ ഇതിലൂടെ വീണ്ടും ഒരു പട്ടാള അട്ടിമറി അവിടെ. അല്ല, പട്ടാള അട്ടിമറി ഉണ്ടായാലും ഇല്ലെങ്കിലും എല്ലാ കാലത്തും പാകിസ്ഥാനിലെ ആർമി തന്നെയായിരുന്നു ഭരിച്ചുകൊണ്ടിരുന്നത്. സുൽഫിക്കർ അലി ഭൂട്ടോനെ പോലത്തെ പാകിസ്ഥാൻ ഏറ്റവും ജനകീയനായ പ്രധാനമന്ത്രിയെ തൂക്കിലേറ്റതല്ലേ പാകിസ്ഥാനിൽ, സിയാഉൽ ഹഖ് ആർമി ജനറൽ. അപ്പൊ അതുപോലെ തന്നെ അവിടുത്തെ സുൽഫിക്കർ അലി ഭൂട്ടോന്റെ മകള് ബെനസീർ ഭൂട്ടോ, മുൻ പ്രധാനമന്ത്രി, 88 ഏറ്റവും കൂടുതൽ വോട്ടിൽ അധികാരത്തിൽ വന്ന ബെനസീർ ഭൂട്ടോവും റോഡിന് മുകളിൽ വെടിവേറ്റ് മരിക്കരുത്. അപ്പൊ അങ്ങനത്തെ ഒരു രാഷ്ട്രത്തിൽ ആർമിക്ക് എല്ലാ കാലത്തും അവിടെ ശക്തിയുണ്ട്. ആർമി തന്നെയാണ്. അല്ല, ആ പവർ കൂടുതൽ കാണിക്കില്ലേ? സാറ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അവിടെ അമേരിക്കയിൽ പോകുന്നു, ചൈനയിൽ പോകുന്നു, എല്ലായിടത്തും ഇദ്ദേഹത്തിന് ഒരു പ്രത്യേക സ്വീകാര്യത. ചൈനയിൽ നമ്മളും പോയല്ലോ. നമ്മളിപ്പം ചൈനയും റഷ്യയായിട്ട് നമ്മൾ കൃത്യമായിട്ട് ഡിപ്ലോമാറ്റിക് റിപ്ലൈ കൊടുത്തല്ലോ. ചൈനയിലും റഷ്യയായിട്ടും. അല്ല, അതാണ് അവിടുത്തെ പ്രധാനമന്ത്രിയേക്കാൾ പവർ, ഒരു അധികാരം. അല്ല, പാകിസ്ഥാനിലെ പ്രധാനമന്ത്രി ഒരുപാട് നോക്കുകുത്തി ഗവൺമെന്റുകൾ പാകിസ്ഥാനിൽ ഉണ്ടായിട്ടുണ്ട്. മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ ഇന്നും ജയിലിലാണ്. അപ്പം പാകിസ്ഥാനിലെ ആർമിക്ക് വലിയൊരു സ്വാധീനമുള്ള ഒരു രാജ്യമാണ് പാകിസ്ഥാൻ. ഒരു വേണമെങ്കിൽ ഒരു ബനാന റിപ്പബ്ലിക് എന്നാണ് പറയുക പാകിസ്ഥാനിലെ ഡെമോക്രസിയെ കുറിച്ച്. അതിനോട് ശക്തമായ ആർമി ഉണ്ടാവും. ആർമി ചീഫ് തന്നെയാണ് ഇവർ നെഗോഷിയേറ്റ് ചെയ്യാറ് എല്ലാവരും പുറത്തുള്ള രാജ്യങ്ങൾ. അപ്പം പക്ഷേ ഇന്നലെ താലിബാൻ അമേരിക്കൻ ബേസ് ഉണ്ടാക്കണമെന്ന് അമേരിക്ക പറഞ്ഞപ്പോൾ സമ്മതിച്ചിട്ടില്ല താലിബാൻ. ഇപ്പൊ താലിബാൻ പാകിസ്ഥാൻ തന്നെ കുറെ ഡെവലപ്പ് ചെയ്തു. ഇപ്പം താലിബാൻ പാകിസ്ഥാനെതിരാണ്. ഒരുപാട് ടെറർ അറ്റാക്കുകൾ അവിടെ നടക്കുന്നുണ്ട് പാകിസ്ഥാനിൽ താലിബാന്റെ വഴി. ബലൂചിസ്ഥാൻ എന്നുള്ള ശരിക്കും പറഞ്ഞാൽ പാകിസ്ഥാനല്ല, ഒരു പഞ്ചാബ് എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. പാകിസ്ഥാനിൽ ബലൂചിസ്ഥാൻ വലിയ മൂവ്മെന്റ് നടക്കുന്നുണ്ട്. ബലൂചിസ്ഥാനിലെ റിബൽ മൂവ്മെന്റിനെ പാകിസ്ഥാൻ ഇതുവരെ തകർക്കാൻ പറ്റിയിട്ടില്ല. സിന്ധിന്റെ വലിയൊരു മൂവ്മെന്റ് സിന്ധിൽ നടക്കുന്നുണ്ട്, പഷ്തൂൺ നടക്കുന്നുണ്ട്. പാകിസ്ഥാൻ വലിയ പ്രൊവിൻസ് ഏതൊക്കെ, സിന്ധ് ഒരു പ്രൊവിൻസാണ്, പഷ്തൂൺ വേറൊരു പ്രൊവിൻസാണ്, ഇപ്പുറത്തെ ബലൂചിസ്ഥാൻ വലിയൊരു പ്രൊവിൻസാണ്. ബലൂചിസ്ഥാൻ അവിടെ ഏറ്റവും മിനറൽ എന്നുള്ള ഒരു ഏരിയ. ആ ഭാഗത്ത് പാകിസ്ഥാൻ ആർമിക്ക് ശക്തമായ BLA എന്ന് പറഞ്ഞിട്ട് ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമി അതുപോലെ സ്ട്രോങ് ആയിട്ട് പാകിസ്ഥാനെതിരെ നടക്കുന്നുണ്ട്. അതുപോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് ആർമിക്ക് ശക്തിയില്ല പാകിസ്ഥാനിൽ ഒരിക്കലും പറയാൻ പറ്റില്ല. ആർമി തന്നെയാണ് എല്ലാ കാലത്തും പാകിസ്ഥാൻ ഭരിച്ചത്. പപ്പൻ ഗവൺമെന്റിന് അവർ പണ്ട് ബെനസീർ ഭൂട്ടോയുള്ള സമയത്തും അല്ലെങ്കിൽ സുൽഫിക്കർ അലി ഭൂട്ടോയുള്ള സമയത്തും കുറെ കൂടി ഡെമോക്രാറ്റിക് ആയിട്ടുള്ള ഗവൺമെന്റ്സ് ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ശേഷം പാകിസ്ഥാനിലെ ഓരോ ദിവസവും ഓരോ ഗവൺമെന്റ് വരികയും കണ്ടല്ലോ നമ്മൾ തന്നെ. അത്രേ ഉള്ളൂ. അല്ല, അതായിരിക്കല്ലേ ഇത്രയും പ്രശ്നങ്ങൾ വഴിതിരിച്ചു വിടാനായിരിക്കും ഇന്ത്യക്ക് എതിരെ അവർ പ്രവർത്തിക്കുന്നത്. അതിനകത്തുള്ള ഇന്റേണൽ ഇത് അത് ശരിയാണ് പറഞ്ഞത്. കൃത്യമായിട്ടും അതിനകത്തുള്ള പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാണല്ലോ. ഞങ്ങൾ അടിച്ചു, ഞങ്ങൾ ഇന്ത്യക്കെതിരെ ആക്രമണം നടത്തി. എന്ത് ആക്രമണം നടത്തണം? ഈ ആക്രമണം നടത്തി കണ്ടല്ലോ നമ്മൾ. വളരെ കൃത്യമായിട്ടും വ്യക്തമായിട്ടും കണ്ടതാണല്ലോ. എന്താ നമ്മളൊരിക്കലും ഒരു നോംസും വയലേറ്റ് ചെയ്തിട്ടില്ലായിരുന്നു. നമ്മളൊരിക്കലും സിവിലിയൻ കാഷ്വാലിറ്റീസ് അതിലുണ്ടായിട്ടില്ല. ഇപ്പം അവിടുത്തെ ഒരു ടെറർ ഗ്രൂപ്പിന്റെ ലീഡറിനെ പറഞ്ഞല്ലോ, ഞങ്ങളുടെ മഷൂദ് അഷറിന്റെ ഫാമിലിയിലെ പ്രധാനപ്പെട്ട ഒരുപാട് ആളുകൾ കൊല്ലപ്പെട്ടു ഈ ഇന്ത്യൻ ഓപ്പറേഷൻ സിന്ദൂറിൽ, ഞങ്ങളെ കയറി തേച്ചിട്ട് പോയി ഇന്ത്യൻ ആർമി, അത് പറഞ്ഞല്ലോ. അപ്പം നമ്മൾ ആ കാര്യത്തിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഹോംവർക്ക് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഹോംവർക്ക് ഉണ്ട് കൃത്യമായിട്ട്. അത് നമ്മുടെ ഏജൻസീസ് ഒക്കെ പറഞ്ഞു. നമുക്ക് ഹ്യൂമൻ ഇന്റലിജൻസ് അവിടെ വർക്ക് ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. HUA നമ്മുടെ ഹ്യൂമൻ ഇന്റലിജൻസ് ഉണ്ട്. നമ്മൾ ബാക്കി സാറ്റലൈറ്റ് ഇമേജറി ഉണ്ട്. നമുക്ക് എല്ലാ സാധനം നമ്മൾ വളരെ സ്പെസിഫിക് ആണ്. അല്ലാതെ നമ്മൾ എവിടെയും പോയി ഇടുകയും അതിൽ കാഷ്വാലിറ്റി ഉണ്ടാകുമൊന്നുമല്ല. സിവിലിയൻ കാഷ്വാലിറ്റി ഉണ്ടായിട്ടില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.